കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ മുങ്ങിയെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാതെ ഡോക്ടർ ആശുപത്രി വിട്ടതിനെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വയോധികയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ ബന്ധുക്കൾക്ക് കാത്തുനിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. ഡോക്ടറുടെ നിരുത്തരവാദിത്തപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ രാത്രി 7 മണിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. പുറ്റേക്കര വടേരിയാട്ടിൽ ഭാരതിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ആശുപത്രിയിലെത്തിച്ചത്. വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമായിരുന്നു. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോഴേക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ TC പ്രിയ ആശുപത്രിയിൽ നിന്നും പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഇതോടെ പ്രതിസന്ധിയിലായി. ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെയാണ് നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ വീട്ടിൽ പോയ ഡോക്ടർ തിരിച്ചെത്തി പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. 7 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചത്. പോസ്റ്റ്മോർട്ടം വൈകിയതിനാൽ വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. TCV ന്യൂസ്, കുന്നംകുളം.